ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഒരു പ്രധാന ദിവസം കൂടിയാണല്ലോ. എല്ലാവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ. നമുക്ക് ഇന്നത്തെ പാരായണം ആരംഭിക്കാം. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമഃ. പൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാത്മീകി കോകിലം. സാനന്ദരൂപം സകലപ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മനുഷ്യപത്മേഷു രവിസ്വരൂപം പ്രണമ്യ തുഞ്ചത്തെഴുമാര്യപാദം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ജാനകീ ജീവനസ്മരണം ജയ ജയ രാമ രാമ. യത്ര യത്ര രഘുനാഥ കീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. ശ്രീ ആഞ്ജനേയ സ്വാമിക്ക് ജയ്. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരി ഓം. ഇന്ന് നമ്മള് രാമായണ സബരിയുടെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്നിവിടെ പാരായണം ചെയ്യുന്നത് വിഭീഷണ രാജ്യ അഭിഷേകം മുതൽ അയോധ്യ പ്രവേശം വരെയുള്ള ഭാഗങ്ങളാണ്. അപ്പോ ഇന്ന് പാരായണം ചെയ്യുന്നത് അനിത കൃഷ്ണകുമാർ, ജയശ്രീ സുരേഷ്, റാണി സ്വാമിനാഥൻ. 3 പേരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ബാക്കി ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരെയും സ്നേഹപൂർവ്വം ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഹരി ഓം. ഹരി ഓം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. വിഭീഷണ രാജ്യാഭിഷേകം. ലക്ഷ്മണനോടരുൾ ചെയ്തിതു രാമനും രക്ഷോവരനാം വിഭീഷണനായി മയാ ദത്തമായോരു ലങ്കാരാജ്യമുൾപ്പുക്കു ചിത്തമോദാലഭിഷേകവും കഴിക്ക നീ എന്നതു കേട്ടു കപിവരന്മാരോടും ചെന്നു ശേഷിച്ച നിശാചരന്മാരുമായി അർണവതോയാദി തീർത്ഥജലങ്ങളാൽ സ്വർണ കലശങ്ങൾ പൂജിച്ചു ഘോഷിച്ചു വാദ്യഘോഷത്തോടു താപസന്മാരുമായി ആർത്തു വിളിച്ചഭിഷേകവും ചെയ്തിതു. ഭൂമിയും ചന്ദ്രദിവാകരാദിയും രാമകഥയുമുള്ളന്നു വിഭീഷണൻ ലങ്കേശനായി വാഴുകെന്നു കിരീടാദ്യലങ്കാരവും ചെയ്തു ദാന പുരസ്കൃതം. പൂജ്യനായോരു വിഭീഷണനായിക്കൊണ്ടു രാജ്യനിവാസികൾ കാഴ്ചയും വെച്ചിതു. വാച്ച കുതൂഹലം പൂണ്ടു വിഭീഷണൻ കാഴ്ചയുമെല്ലാം എടുപ്പിച്ചു കൊണ്ടുവന്നാസ്ഥയാ രാഘവൻ തൃക്കാൽക്കൽ വെച്ച് അഭിവാദ്യവും ചെയ്തു വിഭീഷണനാദരാൽ. നക്തഞ്ചരേന്ദ്ര പ്രസാദത്തിനായി രാമഭദ്രനതെല്ലാം പരിഗ്രഹിച്ചിടിനാൻ. ഇപ്പോൾ കൃതകൃത്യനായേനഹമെന്നു ചിൽപുരുഷൻ പ്രസാദിച്ചരുളിയിടിനാൻ. അഗ്രേ വിനീതനായി വന്ദിച്ചു നിൽക്കുന്ന സുഗ്രീവനെ പുനരാലിംഗനം ചെയ്തു സന്തുഷ്ടനായി അരുൾ ചെയ്തിതു രാഘവൻ. ചിന്തിച്ചതെല്ലാം ലഭിച്ചു നമുക്കെടോ. ത്വൽസഹായത്വേന രാവണൻ തന്നെ ഞാൻ ഉത്സാഹമോടു വധിച്ചതു നിശ്ചയം. ലങ്കേശ്വരനായി വിഭീഷണൻ തന്നെയും ശങ്കാവിഹീനം അഭിഷേകവും ചെയ്തു. സീതാസ്വീകാര്യം. പിന്നെ ഹനുമാനെ നോക്കി അരുൾ ചെയ്തു മന്നവൻ, നീ പോയി വിഭീഷണാനുജ്ഞയാ ചെന്നു ലങ്കാപുരംബുക്കറിയിക്കണം തന്വങ്കിയായ ജാനകിയോടിതം. നക്തഞ്ചരാധിപ നിഗ്രഹമാദിയാം വൃത്താന്തമെല്ലാം പറഞ്ഞു കേൾപ്പിക്കണം. എന്നാൽ അവളുടെ ഭാവവും വാക്കുമിങ്ങെന്നോടു വന്നു പറക നീ സത്വരം.
എന്നതു കേട്ടു പവനതനയനും ചെന്നു ലങ്കാപുരം പ്രാപിച്ചനന്തരം വന്നു നിശാചരർ സൽക്കരിച്ചിടിനാർ. നന്ദിതനായോരു മാരുതപുത്രനും രാമപാദാബ്ജവും ധ്യാനിച്ചിരിക്കുന്ന ഭൂമിസുതയെ നമസ്കരിച്ചിടിനാൻ. വക്ത്രപ്രസാദമാലോക്യ കപിവരൻ വൃത്താന്തമെല്ലാം പറഞ്ഞു തുടങ്ങിനാൻ. ലക്ഷ്മണനോടും വിഭീഷണൻ തന്നോടും സുഗ്രീവനാദിയാം വാനരന്മാരോടും രക്ഷോവരനാം ദശഗ്രീവനെ കൊന്നു ദുഃഖമകന്നു തെളിഞ്ഞുമേ വീടിനാൻ. ഇത്തം ഭവതിയൊടൊക്കെ പറകെന്നു ചിത്തം തെളിഞ്ഞരുൾ ചെയ്തിതറിഞ്ഞാലും സന്തോഷമെത്രയുണ്ടായതു സീതയ്ക്കെന്നെന്തു ചൊല്ലാവതു. ജാനകി ദേവിയും ഗദ്ഗദവർണ്ണേന ചൊല്ലിനാൾ എന്തു ഞാൻ മർക്കട ശ്രേഷ്ഠ ചൊല്ലേണ്ടതു ചൊല്ലു നീ. ഭർത്താവിനെ കണ്ടുകൊള്ളുവാൻ ഉപായമെന്തെത്ര പാർക്കേണമിനിയും ശുചൈവ ഞാൻ. നേരത്തതിനു യോഗം വരുത്തിയിടു നീ, ധീരത്വമില്ലിനിയും പൊറുത്തിടുവാൻ. വാദാത്മജനും രഘുവരൻ തന്നോടു മൈഥിലി ഭാഷിതം ചെന്നു ചൊല്ലിയിടിനാൻ. ചിന്തിച്ചു രാമൻ വിഭീഷണൻ തന്നോടു സന്തുഷ്ടനായരുൾ ചെയ്താൻ. വിരയ നീ ജാനകി ദേവിയെ ചെന്നു വരുത്തുക, ദീനതയുണ്ടുപോൽ കാണായിക കൊണ്ടുമാം. സ്നാനം കഴിപ്പിച്ചു ദിവ്യാംബരാഭരണാനുലേപാദ്യലങ്കാരമണിയിച്ചു ശില്പമായോരു ശിബികമേൽ ആരോപ്യ മൽപുരോ ഭാഗേ വരുത്തുക സത്വരം. മാരുതി തന്നോടുകൂടെ വിഭീഷണൻ ആരാമദേശം പ്രവേശിച്ചു സാദരം. വൃദ്ധമാരായ നാരീജനത്തെ കൊണ്ടു മുക്താംഗിയെ കുളിപ്പിച്ചു ചമയിച്ചു തണ്ടിലെടുപ്പിച്ചു കൊണ്ടു ചെല്ലുന്നേരമുണ്ടായി ചമഞ്ഞിതു ഘോഷനിസ്വനം. വാനരവീരരും തിക്കിത്തിരക്കിയ ജാനകി ദേവിയെ കണ്ടുകൊണ്ടിടുവാൻ. കൂട്ടമിട്ടങ്ങണയുന്നതു കണ്ടൊരു യാഷ്ടികന്മാരണഞ്ഞാട്ടിയകറ്റിനാർ. കോലാഹലം കേട്ടു രാഘവൻ കാരുണ്യശാലി വിഭീഷണൻ തന്നോടരുൾ ചെയ്തു. വാനരന്മാരെ ഉപദ്രവിപ്പാനുണ്ടോ, ഞാനുര ചെയ്തിതു നിന്നോടിതെന്തെടോ. ജാനകി ദേവിയെ കണ്ടാൽ അതിനൊരു ഹാനിയെന്തുള്ളതതു പറഞ്ഞിടു നീ. മാതാവിനെ ചെന്നു കാണുന്നതു പോലെ മൈഥിലിയെ ചെന്നു കണ്ടാലുമേവരും. പാദചാരേണ വരേണമെന്നന്തികേ മേദിനി നന്ദിനി. കിം തത്ര ഭൂഷണം കിം തത്ര ദൂഷണം. കാര്യാർത്ഥമായി പുര നിർമ്മിതമായോരു മായാജനകജാരൂപം മനോഹരം കണ്ടു കോപം പൂണ്ടു വാച്യവാദങ്ങളെ പുണ്ടരീകാക്ഷൻ ബഹുവിധം ചൊല്ലിനാൻ. ലക്ഷ്മണനോടുമായ സീതയും ശുച തൽക്ഷണേ ചൊല്ലിനാളേതുമേ വൈകാതെ. വിശ്വാസമാശുമൽ ഭർത്താവിനും മറ്റു വിശ്വത്തിൽ വാഴുന്നവർക്കും വരുത്തുവാൻ. കുണ്ടത്തിൽ അഗ്നിയെ നന്നായി ജ്വലിപ്പിക്ക, ദണ്ഡമില്ലേതും എനിക്കതിൽ ചാടുവാൻ. സൗമിത്രിയും അതു കേട്ടു രഘൂത്തമ സൗമുഖ്യ ഭാവം ആലോക്യ സസംഭ്രമം. സാമർഥ്യമേറുന്ന വാനരന്മാരുമായി ഹോമകുണ്ഠം തീർത്തു തീയും ജ്വലിപ്പിച്ചു രാമപാർശ്വം പ്രവേശിച്ചു നിന്നിടിനാൻ. ഭൂമിസുതയുമന്നേരം പ്രസന്നയായി ഭർത്താരമാലോക്യ ഭക്ത്യാ പ്രദക്ഷിണം കൃത്വാ മുഹുസ്വയം ബദ്ധാഞ്ജലിയോടും ദേവദ്വിജേന്ദ്ര തപോധനന്മാരെയും പാവകൻ തന്നെയും വന്ദിച്ചു ചൊല്ലിനാൻ. ഭർത്താവിനെയൊഴിഞ്ഞന്യനെ ഞാൻ മമ ചിത്തേ നിരൂപിച്ചതെങ്കിൽ അതിന്നു നീ സാക്ഷിയല്ലോ സകലത്തിനുമാകയാൽ സാക്ഷാൽ പരമാർത്ഥമെന്നറിയിക്ക നീ. എന്നു പറഞ്ഞുടൻ 3 വലം വെച്ചു വന്നിയിൽ ചാടിനാൻ കിഞ്ചിൽ ഭയം വിനാ. ദുശ്യവനാദികൾ വിസ്മയപ്പെട്ടിതു നിശ്ചലമായിതു ലോകവും അന്നേരം. ഇന്ദ്രനും കാലനും പാശിയും വായുവും വൃന്ദാരകാധിപന്മാരും കുബേരനും മന്ദാകിനീധരൻ താനും വിരിഞ്ചനും സുന്ദരിമാരാകും അപ്സര സ്ത്രീകളും ഗന്ധർവ കിന്നര കിം പുരുഷന്മാരും ദന്തശൂകന്മാർ പിതൃക്കൾ മുനികളും ചാരണ ഗുഹ്യക സിദ്ധസാധ്യന്മാരും നാരദ തുമ്പുരു മുഖ്യജനങ്ങളും മറ്റും വിമാനാഗ്രചാരികളൊക്കവേ ചുറ്റും നിറഞ്ഞിതു രാമൻ തിരുവടി നിന്നരുളും പ്രദേശത്തിങ്കലന്നേരം വന്ദിച്ചതെല്ലാവരെയും നരേന്ദ്രനും.
രാമചന്ദ്രം പരമാത്മാനമന്നേരം പ്രേമം ഉൾക്കൊണ്ടു പുകഴ്ന്നു തുടങ്ങിനാർ. സർവലോകത്തിനും കർത്താ ഭവാനല്ലോ, സർവത്തിനും സാക്ഷിയാകുന്നതും ഭവാൻ, അജ്ഞാന വിഗ്രഹനാകുന്നതും ഭവാൻ, അജ്ഞാനനാശകനാകുന്നതും ഭവാൻ, സൃഷ്ടികർത്താവാം വിരിഞ്ചനാകുന്നതും അഷ്ടവസുക്കളിൽ അഷ്ടമനായതും, ലോകത്തിനാദിയും മധ്യവും അന്തവും ഏകനാം നിത്യസ്വരൂപൻ ഭവാനല്ലോ. കർണങ്ങളായതും അശ്വിനി ദേവകൾ, കണ്ണുകളായതും ആദിത്യചന്ദ്രന്മാർ, ശുദ്ധനായി നിത്യനായി അദ്വയനായോരു മുക്തനാകുന്നതും നിത്യം ഭവാനല്ലോ. നിന്നുടെ മായയാ മൂടിക്കിടപ്പവർ നിന്നെ മനുഷ്യനെന്നുള്ളിൽ ഓർത്തിടുവോൾ, നിന്നുടെ നാമസ്മരണമുള്ളോരുള്ളിൽ നന്നായി പ്രകാശിക്കും ആത്മപ്രബോധവും. ദുഷ്ടനാം രാവണൻ ഞങ്ങളുടെ പദമൊട്ടൊഴിയാതെ അടക്കിനാൻ നിർദ്ദയം, നഷ്ടനായ അവനിന്നു നിന്നാലിനി പുഷ്ടസൗഖ്യം വസിക്കാം ത്വൽക്കരുണയാ. ദേവകളിത്തം പുകഴ്ത്തും ദശാന്തരെ, ദേവൻ വിരിഞ്ചനും വന്ദിച്ചു വാഴ്ത്തിനാൻ. വന്ദേ പദം പരമാനന്ദമദ്വയം, വന്ദേ പദമശേഷസ്തുതി കാരണം. അധ്യാത്മജ്ഞാനികളാൽ പരിസേവിതം ചിത്തസത്താ മാത്രം അവ്യയമീശ്വരം, സർവഹൃദിസ്ഥിതം സർവജഗന്മയം, സർവലോകപ്രിയം സർവജ്ഞമദ്ഭുതം. രത്നകിരീടം രവിപ്രഭം കാരുണ്യരത്നാകരം, രഘുനാഥം രമാവരം, രാജരാജേന്ദ്രം രജനീചരാന്തകം, രാജീവലോചനം രാവണനാശനം, മായാപരമജം മായാമയം, മനുനായകം മായാവിഹീനം മധുദ്വിഷം, മാനവം മാനഹീനം മനുജോത്തമം, മാധുര്യസാരം മനോഹരം മാധവം, യോഗിചിന്യം സദാ യോഗിഗമ്യം, മഹായോഗവിധാനം പരിപൂർണമച്യുതം, രാമം രമണീയരൂപം ജഗദഭിരാമം, സദൈവ സീതാഭിരാമം ഭജേ. ഇത്തം വിധാതൃസ്തുതി കേട്ടു രാഘവൻ ചിത്തമാനന്ദിച്ചിരുന്നരുളുന്നേരം, ആശ്രയാശൻ ജഗദാശ്രയഭൂതമാശ്രിത വത്സലയായ വൈദേഹിയെ കാഴ്ചയായി കൊണ്ടുവന്നാശു വണങ്ങിനാൻ. ആശ്ചര്യമുൾക്കൊണ്ടു നിന്നിതെല്ലാവരും. ലങ്കേശ നിഗ്രഹാർത്ഥം വിപിനത്തിൽ നിന്നെങ്കലാരോപിതയായ ദേവിയെ ശങ്കാവിഹീനം പരിഗ്രഹിച്ചിടുക, സങ്കടം തീർന്നു ജഗത്രയത്തിങ്കലും. പാവകനെ പ്രതിപൂജിച്ചു രാഘവൻ ദേവിയെ മോദാൽ പരിഗ്രഹിച്ചിടിനാൻ. പങ്കേരുഹാക്ഷനും ജാനകി ദേവിയെ സ്വാംഗേ സമാവേശ്യ ശോഭിച്ചിതേറ്റവും. ഹരേ കൃഷ്ണ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ദേവേന്ദ്രസ്തുതി. സംഗ്രന്ഥനൻ തഥാ രാമനെ നിർജ്ജരസംഘേന സാർത്ഥം വണങ്ങി സ്തുതിച്ചിതു. രാമചന്ദ്ര പ്രഭോ പാഹി മാം, രാമഭദ്ര പ്രഭോ പാഹി മാം, ഞങ്ങളെ രക്ഷിപ്പതിന്നു മറ്റാരുള്ളതിങ്ങനെ, കാരുണ്യ പീയൂഷവാരിധേ. നിൻ തിരുനാമാമൃതം ജപിച്ചിടുവാൻ സന്തതം തോന്നേണമെൻ പോറ്റി, മാനസേ നിൻ ചരിതാമൃതം ചൊൽവാനും എപ്പോഴും, എൻ ചെവി കൊണ്ടു കേൾപ്പാനും അനുദിനം യോഗം വരുവാൻ അനുഗ്രഹിച്ചിടണം. യോഗമൂർത്തേ ജനകാത്മജാ വല്ലഭ, ശ്രീ മഹാദേവനും നിൻ തിരുനാമങ്ങൾ രാമേതി ജപിക്കുന്നിതന്വഹം. ത്വൽപാദതീർത്ഥം ശിരസി വഹിക്കുന്നിതെപ്പോഴും, ആത്മശുദ്ധിക്കുമാ വല്ലഭൻ. ഏവം പലതരം ചൊല്ലി സ്തുതിച്ചോരു ദേവേന്ദ്രനോടരുൾ ചെയ്തിതു രാഘവൻ. മൃത്യുവരിച്ച കപികുലവീരരെ അത്തൽ കളഞ്ഞു ജീവിപ്പിക്കയും വേണം. പക്വഫലങ്ങൾ കവികൾ ഭക്ഷിക്കുമ്പോഴൊക്കെ മധുരമാക്കി ചമച്ചിടുക. വാനരന്മാർക്ക് കുടിപ്പാൻ നദികളും തേനായൊഴുകേണമെന്നു കേട്ടിന്ദ്രനും, എല്ലാം അരുൾ ചെയ്ത വണ്ണം വരികെന്ന്
കല്യാണം ഉൾക്കൊണ്ടനുഗ്രഹിച്ചിടിനാൻ. നന്നായി ഉറങ്ങി ഉണർന്നവരെ പോലെ മന്നവൻ തന്നെ തൊഴുതാരവർകളും. ചന്ദ്രചൂടൻ പരമേശ്വരനും രാമചന്ദ്രനെ നോക്കി അരുൾ ചെയ്തിതന്നേരം. നിന്നുടെ താതൻ ദശരഥൻ വന്നിതാ നിന്നു വിമാനമർന്നു നിന്നെ കാൺമാൻ ചെന്നു വണങ്ങുകെന്നൻപോട് കേട്ടഥ മന്നവൻ സംഭ്രമം പൂണ്ടു വണങ്ങിനാൻ. വൈദേഹി താനും സുമിത്രാതനയനും ആദരവോട് വന്ദിച്ചു ജനകനെ ഗാഠം പുണർന്നു നെറുകയിൽ ചുംബിച്ചു. ഗൂഢനായൊരു പരമപുരുഷനെ സൗമിത്രി തന്നെയും മൈഥിലി തന്നെയും പ്രേമപൂർണം പുണർന്നാനന്ദമഗ്നനായി ചിന്മയനോട് പറഞ്ഞു ദശരഥൻ, എൻ മകനായി പിറന്ന ഭവാനെ ഞാൻ നിർമ്മലമൂർത്തേ ധരിച്ചതിന്നാകയാൽ ജന്മമരണാദി ദുഃഖങ്ങൾ തീർന്നിതു. നിൻമഹാമായ മോഹിപ്പിയായികന്നെയും കൽമഷനാശന കാരുണ്യവാരിധേ. താതവാക്യം കേട്ടു രാമചന്ദ്രൻ തഥാ മോദേന പോവാൻ അനുവദിച്ചിടിനാൻ. ഇന്ദ്രാദിദേവകളോടും ദശരഥൻ ചെന്നമരാവതി ബുക്കുമരുവിനാൻ. സത്യസന്ധൻ തന്നെ വന്ദിച്ചനുജ്ഞയാ സത്യലോകം ചെന്നു വിരിഞ്ചനും. കാത്യായനീ ദേവിയോടും മഹേശ്വരൻ പ്രീത്യാ വൃഷാരൂഢനായെഴുന്നള്ളിനാൻ. ശ്രീരാമചന്ദ്ര നിയോഗേന പോയിതു നാരദനാദി മഹാമുനിവൃന്ദവും. പുഷ്കരനേത്രനെ വാഴ്ത്തി നിരാകുലം പുഷ്കരചാരികളും നടന്നിടിനാൻ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. അയോധ്യയിലേക്ക് മന്നവൻ തന്നെ വന്ദിച്ചപേക്ഷിച്ചിതു. പിന്നെ വിഭീഷണനായ ഭക്തൻ മുതാ ദാസനാമെന്നെ കുറിച്ചു വാത്സല്യമുണ്ടേതാനുമെങ്കിൽ അത്രൈവ സന്തുഷ്ടനായി മംഗളദേവതയാകിയ സീതയാ മംഗളസ്നാനവുമാചരിച്ചിടണം. മേളമായിന്നു വിരുന്നും കഴിഞ്ഞിങ്ങു നാളെ അങ്ങോട്ടെഴുന്നള്ളിച്ചിടുകയും മാം എന്നു വിഭീഷണൻ ചൊന്നതു കേട്ടുടൻ മന്നവൻ താനുമരുൾ ചെയ്തു. സോദരനായ ഭരതൻ അയോധ്യയിലാധിയും പൂണ്ടു സഹോദരൻ തന്നോടും എന്നെയും പാർത്തിരിക്കുന്നിതു. ഞാൻ അവൻ തന്നോടു കൂടി ഒഴിഞ്ഞലങ്കാരങ്ങൾ ഒന്നും അനുഷ്ഠിക്ക എന്നുള്ളതില്ലടോ. ചെന്നൊരു രാജ്യത്തിൻ വാഴുകയെന്നുള്ളതും സ്നാനാശനാദികൾ ആചരിക്കുന്നതും നൂനം അവനോടുകൂടിയേയാവിതു എന്നു 14 സംവത്സരം തികയുന്നതെന്നുള്ളതും പാർത്തവൻ വാഴുന്നു. ചെന്നീല ഞാൻ അന്നു തന്നെ എന്നാൽ അവൻ വന്നിയിൽ ചാടി മരിക്കുമേ പിറ്റേന്നാൾ എന്നതുകൊണ്ടുഴറിന്നിതു ഞാനിഹ വന്നു സമയവുമേറ്റമടുത്തെങ്ങു ചെന്നുകൊള്ളുവാൻ പണിയുണ്ടതിൻ മുന്നമേ നിന്നിൽ വാത്സല്യമില്ലായകയുമല്ലമേ സൽക്കരിച്ചിടു നീ സത്വരം എന്നുടെ മർക്കടവീരരെയൊക്കവേ സാദരം. പ്രീതി അവർക്കു വന്നാൽ എനിക്കും വരും പ്രീതി, അതിനൊരു ചഞ്ചലമില്ല കേൾ. എന്നെ കനിവോട് പൂജിച്ചതിൻ ഫലം വന്നുകൂടും. കവിവീരരെ പൂജിച്ചാൽ പാനാശന സ്വർണരത്നാംബരങ്ങളാൽ വാനരന്മാർ അലംഭാവം വരും വണ്ണം പൂജയും ചെയ്തു കവികളുമായി ചെന്നു രാജീവനേത്രനെ കൂപ്പി വിഭീഷണൻ ക്ഷിപ്രമയോധ്യക്കെഴുന്നള്ളുവാനിഹ പുഷ്പകമായ വിമാനവുമുണ്ടല്ലോ. രാത്രീഞ്ചരാധിപ ഇത്തമുണർത്തിച്ച വാർത്ത കേട്ടാസ്തയോടും പുരുഷോത്തമൻ കാലത്തു നീ വരുത്തിയിടുകെന്നാനഥ പൗലസ്ത്യാനവും വന്നു വന്ദിച്ചിതു. ജാനകിയോടും അനുജനോടും ചെന്നു മാനവവീരൻ വിമാനവുമേറിനാൻ. അർക്കാത്മജാതി കവിവരന്മാരോടും നത്തഞ്ചരാധിപനോടും രഘുത്തമൻ
മന്ദസ്മിതം പൂണ്ടരുൾ ചെയ്തിതാതരാൽ മന്ദേതരം ഞാൻ അയോധ്യയ്ക്കു പോകുന്നു. മിത്രകാര്യം കൃതമായതു നിങ്ങളാൽ ശത്രുഭയം ഇനി നിങ്ങൾക്കകപ്പെടാ. മർക്കടരാജ സുഗ്രീവ മഹാമതേ, കിഷ്കിന്ധയിൽ ചെന്നു വാഴ്ക നീ സൗഖ്യമായി. ആശരാധീശ വിഭീഷണ, ലങ്കയിലാശു പോയി വാഴ്ക നീയും ബന്ധുവർഗവും. കാകുൽസ്തനിദ്ധമരുൾ ചെയ്ത നേരത്തു വേഗത്തിൽ വന്ദിച്ചവർകളും ചൊല്ലിനാർ. ഞങ്ങളും കൂടെ വിടകൊണ്ട് അയോധ്യയിലങ്ങു കൗസല്യാദികളെയും വന്ദിച്ചു മംഗലമാം അഭിഷേകവും കണ്ടു. തങ്ങൾക്കുള്ളവിടെ വാണിടുവാൻ ഉണ്ടാക വേണം. തിരുമനസ്സെങ്കിലേ കുണ്ഠത ഞങ്ങൾക്കു തീരൂജകൾ പ്രഭോ. അങ്ങനെ തന്നെ നമുക്കും അഭിപദം, നിങ്ങൾക്കും അങ്ങനെ തോന്നിയത് അത്ഭുതം. എങ്കിലോ വന്നു വിമാനമേറിയിടുവിൻ, സങ്കടമെന്നീ മിത്രവിയോഗജം. സേനയാ സാർദ്ധം നിശാചര രാജനും വാനരന്മാരും വിമാനമേറിയിടിനാർ. സംസാരനാശനാനുജ്ഞയാ പുഷ്പകം ഹംസ സമാനം സമോൽപതിച്ചു തഥാ. നക്തഞ്ചരേന്ദ്ര സുഗ്രീവാനുജ പ്രിയായുക്തനാം രാമനെ കൊണ്ടു വിമാനവും എത്രയും ശോഭിച്ചതംബരാന്തേ തഥാ. മിത്രബിംബം കണക്കെ ധനദാസനം ഉത്സംഗസീം വിന്യസ്യ സീതാം. ഭക്തവത്സരൻ നാലു ദിക്കും പുനരാലോക്യ വത്സേ ജനകാത്മജേ ശൃണു വല്ലഭേ സത്സേവിതേ സരസീരുഹലോചനെ. പശ്യ ത്രികൂടാചലോത്തമമാ അംഗസ്ഥിതം വിശ്വവിമോഹനമായ ലങ്കാപുരം. യുദ്ധാങ്കണം കാൺകത അതിലിങ്ങു ശോണിത കർദ്ദമമാം സാസ്തി പൂർണം ഭയങ്കരം. അത്രൈവ വാനര രാക്ഷസന്മാർ തമ്മിൽ എത്രയും ഘോരമായുണ്ടായി സങ്കരം. അത്രൈവ രാവണൻ വീണു മരിച്ചിതെന്ന് അസ്ത്രമേറ്റുത്തമേ നിന്നുടെ കാരണം. കുംഭകർണൻ മകരാക്ഷനും എന്നുടെ അമ്പുകൊണ്ടത്ര മരിച്ചിതു വല്ലഭേ. വൃത്രാരിജിത്തും അതികായനും പുനരത്ര സൗമിത്രി തന്നസ്ത്രമേറ്റുത്തമേ വീണു മരിച്ചിതു. പിന്നെയും മറ്റുള്ള കൗണവന്മാരെ കവികൾ കൊന്നിടുവാർ. സേതു ബന്ധിച്ചതും കാണിടോ സാഗരെ, ഹേതു ബന്ധിച്ചതതിനു ഇന്നു നീയല്ലയോ. സേതുബന്ധം മഹാതീർത്ഥം പ്രിയേ, പഞ്ചപാതകനാശനം ത്രൈലോക്യപൂജിതം. കണ്ടാലുമുണ്ടാം ദുരിത വിനാശനം, കണ്ടാലുമങ്ങതിനത്ര രാമേശ്വരം. എന്നാൽ പ്രതിഷ്ഠിതനായ മഹേശ്വരൻ പന്നകഭൂഷണൻ തന്നെ വണങ്ങു നീ. അത്ര വന്നെന്നെ ശരണമായി പ്രാപിച്ച് അത് ഉത്തമനായ വിഭീഷണൻ വല്ലഭേ. പുഷ്കരനേത്രേ പുരോഭുവി കാണടോ കിഷ്കിന്ധയാകും കപീന്ദ്രപുരീമിമാം. ശ്രുത്വാ മനോഹരം ഭർതൃവാക്യം മുതാ പൃഥ്വീസുതയും അപേക്ഷിച്ചിതന്നേരം. താരാദിയായുള്ള വാനരസുന്ദരിമാരെയും കണ്ട അങ്ങു കൊണ്ടുപോയിടണം. കൗതൂഹലം അയോധ്യാപുരിവാസിനാം ചേതസി പാരമുണ്ടായി വരും നിർണയം. വാനരവീരരും ഒട്ടുനാളുണ്ടല്ലോ മാനിനിമാരെ പിരിഞ്ഞിരുന്നിടുന്നു. ഭർതൃവിയോഗ ദുഃഖം ഇന്നെന്നോളം ത്രിലോകത്തിങ്കലാരറിഞ്ഞിട്ടുള്ളൂ. എന്നാൽ അവരുടെ വല്ലഭമാരെയും ഇന്നു തന്നെ കൂട്ടിക്കൊണ്ടുപോയിടണം. രാഘവൻ ത്രൈലോക്യ നായകൻ തന്നിലുള്ള ആഗോതമപ്പോൾ അറിഞ്ഞു വിമാനവും. ക്ഷോണീതലം നോക്കി മന്ദം മന്ദം തഥാ താണതു കണ്ടരുൾ ചെയ്തു രഘൂത്തമൻ. വാനരവീരരെ നിങ്ങൾ നിജ നിജ മാനിനിമാരെ വരുത്തുവിനേവരും. മർക്കടവീരരതു കേട്ടു മോദേന കിഷ്കിന്ധ പൊക്കു നിജാംഗനമാരെയും പോകെന്നു ചൊല്ലി വിമാനം കരേറ്റിനാർ. ശാഖാമൃഗാധിപന്മാരും കരേറിനാൽ താരാർമകളായ ജാനകീദേവിയും താരാരുമാദികളോടു മോദാന്വിതം ആലോകനാലാപ മന്ദഹാസാദി ഗാഠാലിംഗന ഭ്രൂചലനാദികൾ കൊണ്ടു സംഭാവന ചെയ്തവരുമായി വേഗേന സംപ്രീതി പൂണ്ടു തിരിച്ചു വിമാനവും. വിശ്വൈക നായകൻ ജാനകിയോടരുളി ചെയ്തതു പരമാനന്ദ സംയുതം. പശ്യ മനോഹരേ ദേവി വിചിത്രമാം ഋഷ്യമൂകാചലം ഉത്തുംഗം എത്രയും. അത്രൈവ വൃത്രാരിപുത്രനെ കൊന്നതും മുഗ്ധാംഗി പഞ്ചവടി നാം ഇരുന്നീടം വന്ദിച്ചു കൊള്ളുക അഗസ്ത്യാശ്രമം. ഭക്തി പൂണ്ടിന്ദിര ഇന്ദീവരാക്ഷി
സുദീക്ഷണാശ്രമത്തെയും ചിത്രകൂടാചലം പണ്ടു നാം വാണേടമത്രൈവ കണ്ടു. ഭരതനെ നാം എടോ ഭദ്രേ മുതാ ഭരദ്വാജാശ്രമം കാൺക. ശുദ്ധികരം യമുനാതട ശോഭിതം ഗംഗാനദി അതിനങ്ങു ശൃംഗിവേരൻ ഗുഹൻ വാഴുന്ന നാടെടോ. പിന്നെ സരയൂ നദി അതിനങ്ങേതു ധന്യമയോധ്യാനഗരം മനോഹരേ. യുദ്ധമരുൾ ചെയ്ത നേരത്തു രാഘവൻ ചിത്തമറിഞ്ഞാശു താണു വിമാനവും വന്ദിച്ചിതു ഭരദ്വാജ മുനീന്ദ്രനെ. നന്ദിച്ചനുഗ്രഹം ചെയ്തു മുനീന്ദ്രനും രാമനും ചോദിച്ചത് അപ്പോൾ അയോധ്യയിൽ ആമയമേതുമൊന്നില്ലയല്ലീ മുനേ. മാതൃജനത്തിനും സൗഖ്യമല്ലീ മമ സോദരന്മാർക്കും ആചാര്യജനത്തിനും താപസശ്രേഷ്ഠൻ അരുൾ ചെയ്തിതന്നേരം താപമൊരുവർക്കുമില്ല അയോധ്യാപുരേ. നിത്യം ഭരതശത്രുഘ്നകുമാരന്മാർ ശുദ്ധമാകും ഫലമൂലവും ഭക്ഷിച്ചു ഭക്ത്യാ ജഡാവൽക്കലാദികളും പൂണ്ടു സത്യസ്വരൂപനാം നിന്നെയും പാർത്താഹന്ത സിംഹാസനെ പാതുകം വെച്ചു മോഹം ത്യജിച്ചു പുഷ്പാഞ്ജലിയും ചെയ്തു കർമ്മങ്ങളെല്ലാം അതിങ്കൽ സമർപ്പിച്ചു സമ്മതന്മാരായിരിക്കുന്നതെപ്പോഴും പ്രസാദത്താൽ അറിഞ്ഞിരിക്കുന്നിതു ചിൽ പുരുഷ പ്രഭോ. വൃത്താന്തമൊക്കെ ഞാൻ സീതാഹരണവും സുഗ്രീവ സഖ്യവും യാതുധാനന്മാരെയൊക്കെ വധിച്ചതും യുദ്ധപ്രകാരവും മാരുതി തന്നെ പരാക്രമവും കണ്ടിതൊക്കവേ. ആദ്യമധ്യാന്തമില്ലാതെ പരബ്രഹ്മമേതും തിരിക്കരുതാതൊരു വസ്തു നീ. സാക്ഷാൽ മഹാവിഷ്ണു നാരായണനായ മോക്ഷപ്രദൻ നിൻ തിരുവടി നിർണയം. ലക്ഷ്മി ഭഗവതി സീതയാകുന്നതും ലക്ഷ്മണനായത് അനന്തൻ ജഗൽ പ്രഭോ. ഇന്നു നീ ശുദ്ധമാക്കേണം മമാശ്രമം ചെന്നയോധ്യാപുരം ബുക്കീടടുത്ത നാൾ. കർണാമൃതമാം മുനിവാക്കു കേട്ടുപോയി പർണശാലാമകം ബുക്കിതു രാഘവൻ. പൂജിതനായി ഭാര്യാസമന്വിതം രാജീവനേത്രനും പ്രീതി പൂണ്ടിടിനാൻ. ഹനുമൽ ഭരത സംവാദം. പിന്നെ മുഹൂർത്തമാത്രം നിരൂപിച്ചഥ ചൊന്നാൻ അനിലാത്മജനോടു രാഘവൻ. ചെന്നയോധ്യാപുരം പ്രാപിച്ചു സോദരൻ തന്നെയും കണ്ടു വിശേഷമറിഞ്ഞു നീ വന്നിടുകെന്നുടെ വൃത്താന്തവും പുനരൊന്നൊഴിയാതെ അവനോട് ചൊല്ലണം. പോകുന്ന നേരം ഗുഹനെയും ജന്തു കണ്ടേകാന്തമായി അറിയിച്ചിട അവസ്ഥകൾ. മാരുതി മാനുഷവേഷം ധരിച്ചുപോയി ശ്രീരാമവൃത്തം ഗുഹനെയും കേൾപ്പിച്ചു. സത്വരം ചെന്നു നന്ദിഗ്രാമമുൾപ്പുക്കു ഭക്തനായിടും ഭരതനെ കൂപ്പിനാൻ. പാതുകവും വെച്ചു പൂജിച്ചനാരദം ചേതസാ രാമനെ ധ്യാനിച്ചു ശുദ്ധനായി. സോദരനോടും അമാത്യജനത്തോടും ആദരപൂർവം ജഡാവൽക്കലം പൂണ്ടു മൂലഫലവും ഭുജിച്ചു വൃഷാങ്കനായി. ബാലനോടും കൂടെ വാഴുന്നതു കണ്ടു മാരുതിയും ബഹുമാനിച്ചത് ഏറ്റവും ആരുമില്ലിത്ര ഭക്തന്മാരവനിയിൽ എന്നു കൽപ്പിച്ചു വണങ്ങി വിനീതനായി നിന്നു മധുരമം മാറു ചൊല്ലിയിടിനാൻ. അഗ്രജൻ തന്നെ മുഹൂർത്തമാത്രേന നിന്നഗ്രേ നിരാമയം കാണാം ഗുണനിധേ. സീതയോടും സുമിത്രാത്മജൻ തന്നോടും ആദരവേറും പ്ലവകബലത്തോടും സുഗ്രീവനോടും വിഭീഷണൻ തന്നോടും ഉഗ്രമായുള്ള രക്ഷോബലം തന്നോടും പുഷ്പകമാം വിമാനത്തിന്മേലേറി വന്നിപ്പോൾ ഇവിടെ ഇറങ്ങും ദയാപരൻ. രാവണനെ കൊന്നു ദേവിയെയും വീണ്ടു ദേവകളാൽ അഭിവന്ദിതനാകിയ രാഘവനെ കണ്ടു വന്ദിച്ചു മാനസേ ശോകവും തീർന്നു വസിക്കാമിനി ചിരം. യുദ്ധമാകർണ്യ ഭരതകുമാരനും ബദ്ധസമ്മോദം വിമൂർച്ഛിതനായി വീണു സത്വരമാശ്വസ്തനായ അന്നേരം പുനരുത്ഥായ ഗാഠമായ ആലിംഗനം ചെയ്തു വാനരവീര ശിരസി മുദാ പരമാനന്ദ ബാഷ്പാഭിഷേകവും ചെയ്തിതു. ദേവോത്തമനോ നരോത്തമനോ ഭവാനേവമെന്നെ കുറിച്ചിത്ര കൃപയോടും ഇഷ്ടവാക്യം ചൊന്നിതിന് അനുരൂപമായി തുഷ്ട്യാ തരുവതിനില്ല മറ്റേതുമേ. ശോകം മതീയം കളഞ്ഞ ഭവാനു ഞാൻ ലോകം മഹാമേരു സാഗം ധരികിലും തുല്യമായി വന്നുകൂടാ പുനരെങ്കിലും ചൊല്ലിയിടടോ രാമകീർത്തനം സൗഖ്യദം. മാനവനാഥനു വാനരന്മാരോടു കാനനെ
സംഗമമുണ്ടായതെങ്ങിനെ വൈദേഹിയെ കട്ടുകൊണ്ടവാറെങ്ങിനെ യാതുധാനാധിപനാകിയ രാവണൻ. ഇത്തരം ചോദിച്ച രാജകുമാരനോട് ഉത്തരം മാരുതപുത്രനും ചൊല്ലിനാൻ. എങ്കിലോ നിങ്ങള ചിത്രകൂടാചലത്തിങ്കൽ നിന്നാധി കലർന്നു പിരിഞ്ഞ നാൾ ആദിയായി ഇന്നോളമുള്ളോരവസ്ഥകൾ ആദരം ഉൾക്കൊണ്ടു ചൊല്ലുന്നതുണ്ടു ഞാൻ. ഒന്നൊഴിയാതെ തെളിഞ്ഞു കേട്ടിടുക വന്നുപോം ദുഃഖവിനാശം തപോനിധേ എന്നു പറഞ്ഞറിയിച്ചാൻ അഖിലവും മന്നവൻ ചരിത്രം പവിത്രം പരം. ശത്രുഘ്നമിത്ര ഭൃത്യമാത്യവർഗവും ചിത്രം വിചിത്രമെന്നോർത്തു കൊണ്ടിടിനാൻ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരി ഓം. ഇന്ന് വളരെ സന്തോഷമുള്ള ദിവസമാണ്. കാരണം രാവണവധമൊക്കെ കഴിഞ്ഞ് ആ അവതാര ഉദ്ദേശമൊക്കെ സാധിച്ച് ശ്രീരാമചന്ദ്ര പ്രഭു ഭാര്യാസമേതനായിട്ട് അയോധ്യയിലേക്ക് മടങ്ങുന്ന ഭാഗമാണ്. അപ്പൊ എപ്പോഴും എന്തെങ്കിലും വിചാരിച്ച കാര്യങ്ങളൊക്കെ നടന്ന് ഉള്ള ആ സന്ദർഭം വളരെ സന്തോഷമായിട്ടുള്ള സന്ദർഭമാണ്. അപ്പോ നമ്മള് ഭാരതീയരായിട്ടുള്ള നമുക്കും ഇന്ന് വളരെ സന്തോഷമുള്ള ദിവസമാണ്. 79ാമത്തെ സ്വാതന്ത്ര്യ ദിനം. ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് വളരെയധികം ആളുകൾ കഷ്ടപ്പെട്ടിട്ടാണ്. ഇപ്പൊ രാമരാവണ യുദ്ധം പോലെ തന്നെ ഉള്ള ഒരു സംഗതിയാണ് ആയിരുന്നല്ലോ അന്ന്. അന്ന് യുദ്ധമായിരുന്നില്ല, അന്ന് വേറെ പലതരത്തിലുള്ള ഇതുകളായിരുന്നു. അപ്പോ അവരെയൊക്കെ നമ്മളൊക്കെ സ്വതന്ത്ര ഭാരതത്തിൽ ജനിച്ച ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമായിട്ടുള്ള ആളുകളാണ്. അപ്പൊ അതിന്റെ ആ സ്ട്രഗിളൊന്നും നമുക്ക് അറിയില്ല ശരിക്കും പറഞ്ഞാല്. അപ്പൊ എന്റെ അച്ഛനൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതിന്റെ കഥകളൊക്കെ കുറച്ചൊക്കെ. അപ്പൊ എന്തായാലും നമുക്കൊക്കെ അഭിമാനിക്കാം. നമ്മൾ ഇത്ര നല്ലൊരു സ്ഥലത്താണ് ജനിക്കാനും ജീവിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ നമുക്ക് ഭഗവാൻ അനുഗ്രഹം തന്നത് എന്നുള്ളത്. അപ്പോ രാവണനെ വധിച്ചു എന്നുള്ളത് നമ്മൾ കണ്ടു. ഇന്നലെ രാവണവധം നമ്മൾ കണ്ടു. രാവണനെ വധിക്കുക എന്ന് പറയുമ്പോൾ പലതരത്തിലും മനസ്സിലാക്കാം. ഇപ്പൊ രാവണന്റെ തലകള് ഒന്ന് വെട്ടുമ്പോ വേറെ തല വന്നു എന്ന് പറയും. അപ്പൊ അത് അഹങ്കാരം വീണ്ടും വീണ്ടും വരുന്നതാണ്. നമ്മള് കാളിയമർദ്ദനത്തിലെ ഭഗവാൻ കാളിയന്റെ ഒരു പണത്തിൽ കാലി വെക്കുമ്പോ അടുത്തത് ഉയരും, അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ അഹങ്കാരമുള്ളവർക്ക് പെട്ടെന്നൊന്നും അത് തീരില്ല. പിന്നെ ഒരു വൃക്ഷമായിട്ട് രാവണനെ ഒരു വൃക്ഷമായിട്ട് നമ്മൾ സങ്കല്പിക്കുകയാണെങ്കിൽ ആ വൃക്ഷത്തിന്റെ കുറച്ച് ശിഖരങ്ങൾ അറുത്തത് കൊണ്ട് വൃക്ഷത്തിനൊന്നും സംഭവിക്കില്ല. അതിനെന്തെങ്കിലും ചെയ്യണമെങ്കിൽ അതിന്റെ വേരില് വേണം അതിനെ ഉന്മൂലനാശം ചെയ്യണം, അതിനെ മുഴുവനാക്കി വേരറക്കണം. അപ്പൊ രാവണനെ അത് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം എന്താണ്, പല വിധത്തിലുള്ള വരങ്ങള് നേടിയിട്ടുണ്ട്. അപ്പൊ രണ്ട് തരത്തിലുണ്ടല്ലോ. ഒരാള് പ്രസിദ്ധനാവുന്നത്, ഇംഗ്ലീഷില് ഫേമസ് എന്നും നൊട്ടോറിയസ് എന്നും രണ്ട് വാക്കുണ്ട്. രണ്ടും പ്രസിദ്ധിയാണ്. ഒന്ന് പ്രസിദ്ധിയാണ്, മറ്റത് കുപ്രസിദ്ധിയാണ്. അപ്പൊ അതുപോലെയാണ് രാവണന്റെ കാര്യം. ധാരാളം സംഗതികൾ 100 ഗുണമുണ്ട് 101 ദോഷമുണ്ടെന്ന് പറഞ്ഞ മാതിരിയാണ് രാവണന്റെ കാര്യം. ധാരാളം വിദ്യാസമ്പന്നനാണ്, സംഗീതജ്ഞനാണ്, സാമവേദജ്ഞ ആണ്, അതുപോലെ ബ്രഹ്മാവിന്റെ തലമുറയിലുള്ള ആളാണ്. ഇതൊക്കെ ഉണ്ട്. പക്ഷെ ദോഷമുണ്ടല്ലോ. അപ്പോ ആ ദോഷങ്ങളെ ഇല്ലാതെയാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ഈ വാരിക്കൂട്ടിയ ധാരാളം വരങ്ങളുണ്ട് അദ്ദേഹത്തിന്റെ കയ്യില്. അപ്പൊ അതുകൊണ്ട് തന്നെ ആണ് അവിടെ ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചപ്പോ ഹൃദയം പിളർത്തിയിട്ടാണ് കൊല്ലേണ്ടി വന്നത്. അപ്പൊ അവിടെയാണ് ആ മൂലം ഇരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആ വൃക്ഷത്തിന്റെ വേരറക്കാന്ന് പറഞ്ഞ പോലെ. അപ്പോ ഇതാണ് ആ രാവണവധം. അപ്പൊ പിന്നെ നമ്മൾക്കൊക്കെ എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മളിൽ എല്ലാവരിലും രാമഭാവവും രാവണഭാവവും ഉണ്ട്. അപ്പോ ആ രാവണഭാവം പലപ്പോഴും തലപൊക്കും. കാമം, ക്രോധം, മോഹം ഇതൊക്കെ നമ്മളിൽ എല്ലാവരിലും ഉണ്ട്. ആരും സാത്വികരായിട്ട് ആരുമില്ല. കാരണം പല സന്ദർഭങ്ങളിലും ആ ക്രോധമൊക്കെ നമുക്ക് പ്രയോഗിക്കേണ്ടതായിട്ടും വരും ചില സന്ദർഭങ്ങളില്. അപ്പോ നമ്മള് ബലരാമസ്വാമിയെ പറ്റിയിട്ട് പറയുമ്പോ പറയില്ലേ, ചില സന്ദർഭങ്ങളെ ഭദ്രമാക്കാൻ ബലം പ്രയോഗിക്കേണ്ടി വരും, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ബലഭദ്രൻ എന്ന് പേര് വന്നത് എന്ന് പറയും. അപ്പൊ അതുപോലെ ചില സന്ദർഭങ്ങൾ അങ്ങനെയുണ്ട്. അപ്പൊ നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത് ശ്രീരാമചന്ദ്ര സ്വാമിയോട് ആ രാവണഭാവത്തെ
പതുക്കെ പതുക്കെ ഇല്ലായ്മ ചെയ്ത് ആ രാമഭാവം നമ്മളിൽ ഉണരണേ, ഉയർത്തണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പിന്നീട് അവിടെ എന്താണ്, രാവണന്റെ ശവസംസ്കാരമൊക്കെ നമ്മൾ കണ്ടപ്പോ ഒരു മാതൃകാ പുരുഷൻ, ഒരു രാജാവ് എന്നുള്ളത് മാത്രമല്ല, ഒരു മാതൃകാ പുരുഷനെയാണ് നമ്മൾ രാമനിൽ അവിടെ കാണുന്നത്. ശത്രുവായിരുന്നു, തന്റെ ഭാര്യയെ കട്ടുകൊണ്ടുപോയ ആളാണ്, അങ്ങനെ പല വിധത്തിലുള്ള ദോഷങ്ങളുള്ള ആളാണ്. എന്നിട്ട് പോലും വിഭീഷണനോട് പറയുന്നത് എന്താ, എല്ലാ ബഹുമതികളോടും കൂടി ശവസംസ്കാരം ചെയ്യണം എന്നാണ് പറഞ്ഞത്. കാരണം എന്തെങ്കിലും വിരോധമോ വൈരാഗ്യമൊക്കെ, വിരോധമോ ദേഷ്യമോ കോപമൊക്കെ മനസ്സിലുണ്ടെങ്കിൽ അത് മരിക്കണ വരെയുള്ളൂ എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പൊ അവിടെ നമ്മൾ കാണുന്നത് ആ ഒരു ഉത്തമ പുരുഷോത്തമനെയാണ് അവിടെ കാണുന്നത്. അതിനുശേഷമാണ് വിഭീഷണ രാജ്യ അഭിഷേകം. ശരിക്കും പറഞ്ഞാൽ അത് വിഭീഷണനല്ലല്ലോ രാജ്യം, രാമന്റെ രാജ്യമല്ലേ അത്. രാമനല്ലേ ലങ്കേശ്വരനെ ജയിച്ചത്. പക്ഷെ രാമൻ കൊടുക്കാണ് വിഭീഷണന്. അവിടെയും നമുക്ക് വലിയൊരു മനസ്സ് കാണാൻ സാധിക്കും. അല്ലെങ്കിൽ ഏത് രാജാവാ താൻ പിടിച്ചടക്കിയ രാജ്യം വേറൊരാൾക്ക് കൊടുക്കില്ല. നമ്മള് അത് കൃഷ്ണാവതാരത്തിലും നമ്മൾ കണ്ടുല്ലോ. കംസനെ വധിച്ചു കഴിഞ്ഞപ്പോ പിന്നത്തെ രാജാവാവേണ്ട ആളാണ്, ചക്രവർത്തി ആവേണ്ട ആളാണ്. പക്ഷെ അവിടെ കംസന്റെ പിതാവിനെയാണ് അവിടെ രാജാവാക്കിയത്. അപ്പൊ ഇതൊക്കെയാണ് ഈ മഹാന്മാരിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. കുറേ സംഗതികൾ ഇങ്ങനെ എന്താ പറയാ സ്വരുക്കൂട്ട എന്നുള്ളതല്ല ഈ ജീവിതം കൊണ്ട് നമ്മൾ അനുഭവിക്കേണ്ടത് അല്ലെങ്കിൽ ചെയ്യേണ്ടത്. വിഭീഷണന്റെ രാജ്യാഭിഷേകം വളരെ ഭംഗിയായിട്ടാണ് ചെയ്യുന്നത്. പിന്നീട് അപ്പൊ ഇവിടെ പറയുന്നുണ്ട്, ഭൂമിയും ചന്ദ്രദിവാകരരാതിയും രാമകഥയുമുള്ള അന്ന് വിഭീഷണൻ ലങ്കേശനായി വാഴും എന്നാണ്. അപ്പൊ എല്ലാ കാലത്തും വിഭീഷണനാണ് ലങ്കയുടെ അധിപതി. അത് വിഭീഷണൻ അവിടെ ശരണാഗതനായിട്ട് അവിടെ ചെന്ന സമയത്ത് അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അതിനുശേഷം അപ്പൊ എല്ലാവരും ആ പുതിയ രാജാവിനെ അംഗീകരിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും, ലങ്കാവാസികൾക്കും സമാധാനമായി കാണും. കാരണം അവരും പലതരത്തിലുള്ള ഗുണങ്ങളുണ്ടെങ്കിലും പലതരത്തിലുള്ള ദോഷങ്ങളും ലങ്കാവാസികൾക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരൊക്കെ ഈ രാജാവിനെ അംഗീകരിച്ച് ധാരാളം കൊണ്ടുവരികയാണ്. എന്താ പറയാ, സമ്മാനങ്ങളൊക്കെ കൊണ്ടുവന്ന് സമർപ്പിക്കുകയാണ് വിഭീഷണന്റെ കാൽക്കല്. അപ്പൊ വിഭീഷണൻ എന്താ ചെയ്തത്, ആ സമ്മാനങ്ങളൊക്കെ രാഘവൻ തൃക്കാൽക്കൽ സമർപ്പിച്ചു എന്നാണ്. അപ്പൊ അതാണ് ഒരു യഥാർത്ഥ ഭക്തന്റെ ഒരു മനോഭാവം. കാരണം എനിക്കല്ല, ഇതെല്ലാം ഭഗവാനുള്ളതാണ്. അപ്പോ അങ്ങനെയുണ്ടല്ലോ, എല്ലാ നമസ്കാരവും ഭഗവാന്, എല്ലാ സമ്മാനവും ഭഗവാന്, എല്ലാം എനിക്കുള്ളതെല്ലാം ഭഗവാനുള്ളതാണ് എന്നുള്ള ഒരു ഭാവത്തിലാണ് വിഭീഷണൻ. അപ്പൊ അതാണ് എല്ലാം ഭഗവാന്റെ ആണ് എന്നുള്ളൊരു വിശ്വാസം. അതിനുശേഷം ഭഗവാൻ എന്താ പറഞ്ഞത്, ഇപ്പോ കൃതകൃത്യനായി എന്നാണ്. ഞാൻ കൃതാർത്ഥനായി, ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് പറഞ്ഞപ്പോ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ, അപ്പൊ നിന്റെ സഹായം കൊണ്ട് എല്ലാം കൊണ്ടാണ് ഞാൻ രാവണവധം എനിക്ക് ചെയ്യാൻ സാധിച്ചത് എന്നൊക്കെ പറഞ്ഞ് വിഭീഷണന് അഭിഷേകം ചെയ്യാണ്. അപ്പൊ വളരെ സന്തോഷമുള്ള ഒരു സന്ദർഭമാണ് അത്. അതിനുശേഷം ഇനി അടുത്തത് ഓരോ കാര്യങ്ങളായിട്ടാണല്ലോ. ഏതിനാണ് ഇമ്പോർട്ടൻസ്, ഫസ്റ്റ് എന്താ പറയാ, പ്രയോറിറ്റി അനുസരിച്ച്. അപ്പൊ ആദ്യം വിഭീഷണന് രാജാഭിഷേകം. അത് കഴിഞ്ഞ് പിന്നെ ഹനുമാനോട് പറയാണ്, ഹനുമാനെ നീ പോയിട്ട് വിഭീഷണ അനുജ്ഞയ എന്നാ പറഞ്ഞത്. കാരണം ഇപ്പൊ രാജ്യം വിഭീഷണന്റെയാണ്, വിഭീഷണനാണ് രാജാവ്. അപ്പൊ അവിടെ ഒന്ന് ആലോചിച്ച് നോക്കണേ, നീ പോയിട്ട് സീതനെ അങ്ങോട്ട് കൊണ്ടുവരുമെന്നല്ല പറഞ്ഞത്, വിഭീഷണന്റെ ആജ്ഞ അനുസരിച്ച് അല്ലെങ്കിൽ വിഭീഷണന്റെ അനുവാദം വാങ്ങിയിട്ട് വേണം നീ സീതയെ പോയി കാണാനായിട്ട്. അപ്പൊ ഇതൊക്കെ എത്രത്തോളം കൃത്യമായിട്ടാണ് നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. അങ്ങനെ അവിടെ ചെന്നു സീതാദേവിയോട് എന്താണ് പറയേണ്ടത് എന്നൊക്കെ കൃത്യമായിട്ട് ഹനുമാൻ സ്വാമിക്ക് അറിയാം. അപ്പോൾ ലങ്കയിലെ ശ്രീരാമസ്വാമി വന്നിട്ട് കുറച്ചു കാലമായി. പക്ഷെ ഇത്ര അടുത്ത് തന്റെ ഭർത്താവ് ഇത്ര അടുത്തുണ്ടായിട്ട് പോലും ആ സീതാദേവിക്ക് ആ രാമദർശനം ലഭിച്ചിട്ടില്ല എത്ര നാളായിട്ട്. എന്തൊരു സങ്കടം അല്ലേ, തൊടാവുന്ന ദൂരത്തിലുണ്ട് എന്നിട്ട് പോലും കിട്ടിയിട്ടില്ല. ഇതൊക്കെയാണ് ജീവിതത്തിൽ ചില സന്ദർഭങ്ങള്. അങ്ങനെ ഹനുമാൻ സ്വാമി അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോ സീതാദേവി വളരെ സന്തുഷ്ടയായി കാണുമല്ലോ. അപ്പൊ സീതയുടെ മനോഭാവം അതുകൊണ്ട് സീതയുടെ മനോഭാവം അറിയണം. അപ്പൊ ഇതൊക്കെ എന്താ പറയാ, മർത്യശിക്ഷാർത്ഥമേവം എന്ന് നമ്മൾ നാരായണീയത്തിൽ പഠിക്കുന്നുണ്ട്. ഇതെല്ലാം മനുഷ്യരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്.
ഇപ്പൊ കുറച്ചു കാലമായിട്ട് സീത അവിടെ താമസിക്കുകയാണ്. അപ്പൊ ചിലപ്പോഴൊക്കെ മനുഷ്യന്റെ മനസ്സ് ഭയങ്കരമായിട്ട് മാറും. ഒരു സ്ഥലത്ത് കുറച്ചു കാലം താമസിച്ചാൽ ആ സ്ഥലത്തിനോടും അവിടുത്തെ ആളുകളോടും ഒക്കെ ഒരു പ്രത്യേക മമത കൂടും. പിന്നെ അവിടെ നിന്ന് വിട്ടുപോകാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം നമുക്കൊക്കെ അനുഭവമുള്ള കാര്യങ്ങളാണ്. നമ്മൾ ജനിച്ച സ്ഥലം വേറെ ആണെങ്കിലും നമുക്ക് വിട്ടുപോകാൻ ഒരു പ്രയാസം ഉണ്ടാവും. അപ്പൊ സീത കുറച്ചു കാലം താമസിച്ചതാണ്. അപ്പൊ സീതയുടെ എപ്പോഴാ മനുഷ്യന്റെ മനസ്സ് മാറാന്ന് അറിയില്ലല്ലോ. അപ്പൊ അതുകൊണ്ടാണ് സീതയുടെ മനോഭാവം മനസ്സിലാക്കണം. അപ്പൊ ഹനുമാൻ അതൊക്കെ ചെയ്യാൻ സാധിക്കും. അങ്ങനെ അവിടെ ചെന്ന് ഹനുമാൻ എല്ലാം പറഞ്ഞു. അപ്പൊ ഭൂമി സുതയെ നമസ്കരിച്ചു. അപ്പൊ ചന്ദ്രൻ പറയേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ മുഴുക്കെ എല്ലാം സീതാദേവിയോട് പറഞ്ഞു. അപ്പൊ സീത എങ്ങനെയാണ് ഗദ്ഗദ വർണ്ണേനാന്ന് പറഞ്ഞത്. സീതയ്ക്ക് വർത്തമാനം പറയാൻ സാധിക്കണില്ല. ലങ്കയിൽ എത്തിയിട്ട് എനിക്കൊന്നും കാണാൻ സാധിച്ചില്ലല്ലോ, എനിക്ക് വിരഹം പൊറുക്കണില്ല എന്നെല്ലാം പറഞ്ഞു. ഒരു സാധാരണക്കാരനായി ഭർത്താവിന്റെ പോലെയുള്ള പെരുമാറ്റമാണല്ലോ രാമൻ ചെയ്തത്. ഇനി കൊണ്ടുവരൂ എന്നുള്ളത്. ജാനകി ദേവിയെ ചെന്ന് വരുത്തുക, എനിക്ക് കാണാതെ വിഷമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താണ്, അത് പറയണം, അപ്പോഴല്ലേ മനുഷ്യനാവുള്ളൂ. അത് കഴിഞ്ഞ് അവിടെ പല്ലക്കില് കൊണ്ടുവരാണ്. ശിബിക മേൽ ആരോപ്യ അവിടെ കൊണ്ടുവരാണ്. കൊണ്ടുവരുമ്പോ എല്ലാവരും ആർപ്പ് വിളിച്ചിട്ടൊക്കെയാണ് കൊണ്ടുവരുന്നത് സീതാദേവിയെ. അപ്പൊ അവിടത്തെ എന്താ പ്രശ്നം, ഈ യാഷ്ടികന്മാര് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഇപ്പൊ വിഭീഷണന്റെ അവിടുത്തെ കാവൽക്കാര്, അവരൊക്കെ ഈ കുരങ്ങന്മാരെയൊക്കെ കളയാണ്. അവരോട് നിങ്ങൾ പോയി പൂ എന്ന് പറയില്ലേ. നമ്മള് ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോ അവിടുത്തെ കാവൽക്കാരുടെ സ്വഭാവം ഉണ്ടല്ലോ. അപ്പോഴാണ് ചോദിക്കണത്, വിഭീഷണനോടാണ് ചോദിക്കണത്, വിഭീഷണ നീ വേണ്ടേ ഇതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്? നീയല്ലേ ഇപ്പോഴത്തെ രാജാവ്. ഇപ്പൊ ജീവൻ മരണ പോരാട്ടം നടത്തിയ ആൾക്കാരാണ്. രാവണവധത്തിന് വളരെയധികം സഹായിച്ച ആൾക്കാരാണ് ഇവര് മർക്കടന്മാര്. അവരൊന്ന് സീതാദേവിയെ കണ്ടാൽ എന്താ കുഴപ്പം? ഒരു അമ്മയെ കാണാൻ പോകുന്ന പോലെയാണ്, മാതാവിനെ ചെന്ന് കാണുന്ന പോലെ ആണ് അവരെ കാണാൻ ചെല്ലുന്നത്. അപ്പൊ അവരെ ഓടിപ്പിക്കുകയാണോ വേണ്ടത്? അപ്പൊ അതും അവിടെ എല്ലാവർക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് അപ്പൊ ഇതെല്ലാം ഇനി നടക്കാൻ പോണത് ഒരു വലിയൊരു നാടകമാണ്. അത് സീതാദേവിക്കും രാമചന്ദ്രപ്രഭുവിനും മാത്രം അറിയുന്ന ഒരു നാടകം. നമുക്കറിയാം, നമ്മൾ രാമായണം വായിച്ചത് കൊണ്ട്. അന്ന് മാരീചൻ വന്ന സമയത്ത് സീതാദേവിയെ അവിടെ ആശ്രമത്തിൽ നിർത്തിയത് എങ്ങനെയായിരുന്നു? അവിടെ അന്ന് 2 വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആശ്രയാശങ്കലും ആശ്രമത്തിങ്കലും. ആശ്രയാശൻ എന്ന് പറഞ്ഞാൽ അഗ്നിദേവന് ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ചു കാലം ഇനി അങ്ങയുടെ സംരക്ഷണത്തിലാണ് സീതാദേവി. അപ്പൊ അവിടെ നിർത്തിയത് മായാസീതയായിരുന്നു. മായാസീതയാണ് രാവണൻ കട്ടുകൊണ്ടുപോയത്. അപ്പൊ ഈ മായാസീത അപ്പൊ നമ്മള് വേദവതിയുടെ കഥ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ വേദവതി മായാസീതയുടെ പുനർജന്മാണെന്നൊക്കെ പറയും. അപ്പൊ എന്തായാലും കുറച്ചു കാലം ഈ മായാസീതയായിട്ട് ഇവിടെ ഇരിക്കുമ്പോഴും സീതയ്ക്ക് രാമനോട് സ്നേഹത്തിൽ തന്നെയല്ലേ. അപ്പോ ആ വേദവതി പിന്നീട് പത്മാവതി എന്ന് പറയുന്ന ദേവിയായി മാറി എന്നൊക്കെയാണ് കഥ. എന്തായാലും അപ്പൊ മായാസീതയാണ് ഇപ്പൊ കൊണ്ടുവന്നിട്ടുള്ളത്. അത് ശ്രീരാമനും അറിയാം, സീതയ്ക്കും അറിയാം. അപ്പൊ ഒരു എന്താ പറയാ, നാടകം തന്നെ പറയാം. അവിടെയാണ് പിന്നെ അഗ്നിപരീക്ഷ. അപ്പൊ അതൊക്കെ വളരെ കോൺട്രവേഴ്സ്യൽ സബ്ജക്ട്സ് ആണ്. ശ്രീരാമൻ ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ സീതയെ എന്നൊക്കെ. അപ്പൊ ഇത് രാമായണം വായിക്കാത്തത് കൊണ്ടുള്ള ബുദ്ധിമുട്ടാണ് അങ്ങനെ പറയുന്നത്. രാമായണം ശരിക്കും വായിച്ച് അതിന്റെ അർത്ഥം മനസ്സിലാക്കി ആരും ഇങ്ങനെ ഒരു വിമർശനം ചെയ്യില്ല. അപ്പൊ ഈ അല്പജ്ഞാനം അബദ്ധാണെന്ന് പറയില്ലേ, അതാണ്. അപ്പൊ ഈ ചില പോയിന്റ്സ് മാത്രമാണ് പലരും കേൾക്കുന്നതും അതിനെയാണ് പിന്നെ പർവ്വതീകരിച്ച് കാണിക്കുന്നത്. അപ്പൊ ഇവിടെ അഗ്നിമണ്ഡലത്തിൽ നിന്ന് സീതാദേവിയെ പുറത്തു കൊണ്ടുവരണം. അതിനുള്ള ഒരു നാടകമായിരുന്നു ഈ അഗ്നിപരീക്ഷ എന്നുള്ളത്. അപ്പൊ അഗ്നി തെളിയിക്കാൻ പറഞ്ഞു. അപ്പൊ ലക്ഷ്മണന് പോലും അറിയില്ല എന്നുള്ള പോലെയാണ്. കാരണം അവർക്ക് 2 പേർക്ക് മാത്രമേ ഈ കാര്യം അറിയുള്ളൂ. അങ്ങനെ അഗ്നിയെ ജ്വലിപ്പിച്ചു. അപ്പൊ 3 തവണ അഗ്നിക്ക് പ്രദക്ഷിണം വെച്ചു, അഗ്നിയിൽ ചാടുകയാണ്. അപ്പൊ ഇവിടെ പറയുന്നുണ്ട് ഭർത്താവിനെ, അതും സീതാദേവിയുടെ. അപ്പൊ ഇതൊക്കെ പറഞ്ഞേ പറ്റുള്ളൂ, പറഞ്ഞാലേ മനുഷ്യർക്ക് മനസ്സിലാവുള്ളൂ. ഭർത്താവിനെ ഒഴിഞ്ഞ് അന്യനെ ഞാൻ മമ ചിത്തെ നിരൂപിച്ചതില്ല, അതിന് നീ സാക്ഷിയാണ് എന്ന് പറഞ്ഞിട്ടാണ്. കിഞ്ചിൽ ഭയം വിന, എന്തിനാ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. അങ്ങനെ
അവിടെ അഗ്നിയിൽ അഗ്നിയിലേക്ക് പ്രവേശിക്കുകയാണ്. പിന്നീട് ആ അഗ്നിയിൽ നിന്ന് വരുന്നത് ആരാണ്? സാക്ഷാൽ സീതയാണ്. അപ്പോഴാണ് പിന്നെ എല്ലാവരും സ്തുതിച്ചു. എല്ലാവർക്കും അതിശയായി ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് കണ്ടിട്ട്. ഇന്ദ്രൻ മുതലായവരൊക്കെ വിസ്മയപ്പെട്ടു എന്നാ പറയുന്നത്. നിശ്ചലമായത് ലോകം അന്നേരം. ഇന്ദ്രനും കാലനും കാശിയും വായുവും എല്ലാവരും, മന്ദാകിനീധരൻ ശിവനും എല്ലാവരും, വിരിഞ്ചൻ സുന്ദരിമാരാം അപ്സര സ്ത്രീകൾ എല്ലാവരും ഇത് കണ്ട് അത്ഭുതപ്പെട്ടു. അവരൊക്കെ സ്തുതിച്ചു. സ്തുതിക്കാൻ മാത്രമേ നമുക്കൊക്കെ സാധിക്കുള്ളൂ. നമുക്കും ഇതൊക്കെ സ്തുതിക്കാനേ സാധിക്കുള്ളൂ. നമസ്കരിക്കുക, അത് മാത്രമേ നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഈ ഒരു ജന്മമൊന്നും പോരാ. അപ്പൊ നമുക്കിപ്പൊ ചെയ്യാൻ പറ്റുന്നത് കഴിയുന്നത്ര മനസ്സിലാക്കുക, പിന്നെ മനസ്സിലാവാത്തതിനെ സ്തുതിക്കുക, അത്രേ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ എല്ലാവരും സ്തുതിച്ചു. ദേവസ്തുതിയുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ബ്രഹ്മാവ് സ്തുതിക്കുന്നുണ്ട്. ബ്രഹ്മാവ് സ്തുതിക്കുന്നത് അതിഭയങ്കരമായിട്ടുള്ള സ്തുതിയാണ്. നമ്മള് നാരായണീയത്തിലെ ത്രൈലോക്യമഹീയസോഭിമഹിതം സമ്മോഹനം മോഹന ആ ഒരു ശ്ലോകമില്ലേ, അത് ഇവിടെ നമുക്ക് കൃത്യമായിട്ട് അതിന്റെ അർത്ഥം ഇവിടെ കിട്ടും. കാരണം മനുജോത്തമം മാധുര്യസാരം മനോഹരം മാധവം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ആ മധുരം മാധുര്യ ദുര്യാദവി എന്നുള്ളതൊക്കെ കറക്റ്റ് ആ സമയം അത് നമുക്ക് മനസ്സിൽ വരും. അങ്ങനെ ബ്രഹ്മാവിന്റെ സ്തുതിയൊക്കെ കേട്ടു. എല്ലാം വളരെ സന്തുഷ്ടനായി. അപ്പോഴാണ് ആശ്രയാശൻ വന്ന് പറയാണ്, എന്നിൽ ഏൽപ്പിച്ച ദേവിയെ ഇതാ ഞാൻ തിരിച്ചേൽപ്പിച്ചുട്ടോ എന്ന് അഗ്നിദേവൻ വന്ന് ശ്രീരാമസ്വാമിയെ നമസ്കരിച്ച് പറയാണ്. അഗ്നിദേവനിലാണല്ലോ എന്നിൽ എന്താ പറഞ്ഞത്, എങ്കൽ ആരോപിതയാകിയ ദേവിയെ ശങ്കാവിഹീനം പരിഗ്രഹിച്ചിടുക എന്നാണ്. കാരണം ഞാനാണ് സംരക്ഷിച്ചത്, അപ്പൊ എനിക്കറിയാം. അപ്പൊ ഇനി പരിഗ്രഹിച്ചിടുക. അങ്ങനെ സങ്കടം തീർന്ന് ജഗത്രയത്തെങ്കിൽ പാവകനെ, അപ്പൊ പാവകനെ അഗ്നിദേവനെ ശ്രീരാമചന്ദ്രസ്വാമിയും അങ്ങോട്ടും സ്തുതിക്കുന്നുണ്ട്. കാരണം വലിയൊരു കാര്യം ചെയ്ത ആളല്ലേ. അപ്പൊ അഗ്നിദേവനെ സ്തുതിച്ചു. അതിനുശേഷം സ്വാംഗേ സമാവേശ്യ ജാനകി ദേവിയെ തന്റെ അംഗത്തിൽ ചേർത്തു, അല്ലെങ്കിൽ മടിയിലിരുത്തിന്നോ ആലിംഗനം ചെയ്തു എന്നൊക്കെ പറയാം. കാരണം മഹാലക്ഷ്മിയാണ്. മഹാലക്ഷ്മിയുടെ സ്ഥാനം ഭഗവാന്റെ മാറിടത്തിലാണ്. പിന്നീടാണ് ദേവേന്ദ്ര സ്തുതി. അതിഗംഭീരമായിട്ടുള്ള സ്തുതിയാണ്. അപ്പൊ ദേവേന്ദ്രന്റെ സ്തുതിയൊക്കെ കേട്ട് ശ്രീരാമചന്ദ്രപ്രഭു വളരെ സന്തുഷ്ടനായി. അപ്പോ പറയാണ്, ഒരു കാര്യം ചെയ്യണം, ഇത്ര കേമായിട്ടൊക്കെ സ്തുതിച്ചതല്ലേ, അപ്പൊ ഈ ഒരു കാര്യം കൂടി ചെയ്തോളൂ. എന്താണ്? മൃത്യു ഭവിച്ച കവികുല വീരരെ അത്തൽ കളഞ്ഞ് ജീവിപ്പിക്കുക. കുറച്ച് അവരൊക്കെ മരിച്ചിട്ടുണ്ട്, ചിലരൊക്കെ മോഹാലസ്യപ്പെട്ടൊക്കെ കിടക്കുന്നുണ്ട്, അവരെ ഒക്കെ ജീവിപ്പിക്കുക. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞു, വാനരന്മാർക്കൊരു വരം കൊടുക്കണം, ഒരു അനുഗ്രഹം. എന്താണ്? പക്വഫലങ്ങൾ കവികൾ ഭക്ഷിക്കുമ്പോൾ ഒക്കെ മധുരമാക്കി ചമയ്ക്കുക. അവരെന്ത് തിന്നണോ അത് മധുരമാവണം. അതുപോലെ പിന്നെന്താണ്? കുടിക്കാൻ നദിയിലെ വെള്ളം അത് തേനാവണം എന്നാണ്. അപ്പൊ എന്താ അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ അവർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവരുത് എന്നുള്ളതാണ്. അവരൊക്കെ വാനരന്മാർക്ക് എവിടുന്ന് വേണമെങ്കിലും ഭക്ഷണം കഴിക്കാം, എവിടുന്ന് വേണമെങ്കിലും വെള്ളം കുടിക്കാം. അവരൊക്കെ വരുമ്പോ എല്ലാവരും മാറി നിൽക്കും. കാരണം നമ്മളൊക്കെ ചെയ്യുന്നത് പേടി കൊണ്ടാണ്. അപ്പൊ ഇതിവിടെ നമ്മൾ കണക്ട് ചെയ്യാണ്. കാരണം ഇവിടെ ധാരാളം കുരങ്ങന്മാർ വരുന്ന സ്ഥലമാണ്. അപ്പോ ആ വാനരന്മാർക്ക് ഒരു വരവും കിട്ടി. അങ്ങനെ അപ്പൊ ആ മോഹാലസ്യപ്പെട്ട് കിടന്ന വാനരന്മാര് ഒരു ഉറങ്ങി എണീറ്റ പോലെ എല്ലാവരും എണീറ്റു എന്നാ പറയുന്നത്. അങ്ങനെ ചന്ദ്രചൂഡൻ പരമേശ്വരനും എല്ലാവരും നോക്കിയിട്ട് പറയാണ്, ശിവൻ പറയാണ്, എന്താ പറഞ്ഞത്? നോക്കൂ, ആരാ വന്ന് നിക്കണേന്ന് നോക്കൂ, ദശരഥൻ വന്നിരിക്കുകയാണ്. ഇതാ അങ്ങയുടെ അച്ഛൻ ഇവിടെ വന്നിരിക്കുന്നു, രഥത്തില് വിമാനത്തിലാണ് വന്നിട്ടുള്ളത്. അപ്പോഴേക്കും ശ്രീരാമചന്ദ്രസ്വാമി പിന്നെ ആ രാജാവ് അല്ലെങ്കിൽ ആ ഭാവമൊക്കെ വിട്ട് ഒരു പുത്രഭാവത്തിലേക്ക് വന്നു കാണും. അച്ഛനാണ് വന്നിട്ടുള്ളത്. ഉടനെ ചെന്ന് നമസ്കരിച്ചു. അപ്പോഴാണ് ദശരഥൻ പറയുകയാണ്, എൻ്റെ മകനെ ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. എൻ്റെ മകനായി പിറന്ന ഭവാനെ ഞാൻ നിർമ്മലമൂർത്തിയെ ധരിച്ചത് ഇന്നാണ് പരമാർത്ഥം എനിക്ക് മനസ്സിലായത്. അന്ന് പുത്രഭാവത്തിലല്ലേ അതുവരെ കൊണ്ടു നടന്നത്. ഇപ്പോഴാണ് എനിക്ക് പരമാർത്ഥം മനസ്സിലായത് എന്ന് പറഞ്ഞ് അവിടെയും ഒരു സന്തോഷാണല്ലോ. പിന്നീട് അച്ഛൻ പോവാണ് തിരിച്ച്.
സ്വർഗലോകത്തേക്ക്. പിന്നെ ഓരോരുത്തരും അവനവന്റെ സ്ഥലങ്ങളിലേക്ക് പോവാണ്. ഇനി എല്ലാം ശുഭമായിട്ട് കാര്യങ്ങളൊക്കെ. ഇനി ചെയ്യേണ്ടത് അയോധ്യയിലേക്കുള്ള യാത്രയാണ്. അപ്പോഴേക്കും വിഭീഷണൻ പറഞ്ഞു, കാരണം അറിയാം ഇത് സമയമായിട്ടുണ്ട്, ഇനി അധികം വൈകാൻ പാടില്ല, കാരണം അവിടെ ഒരാൾ കാത്തിരിക്കുന്നുണ്ട്. ഇത്ര എന്താ പറയാ, അഗ്നി ജ്വലിപ്പിച്ചിട്ട് നിൽക്കണം. ശ്രീരാമൻ വരാൻ വൈകിയാൽ അഗ്നിയിൽ ചാടുന്ന് പറഞ്ഞ ഭരതൻ അവിടെ നിൽപ്പുണ്ട്. എങ്ങനെയൊക്കെയോ എങ്ങനെയാ രാജ്യം ഭരിച്ചെന്ന് അദ്ദേഹത്തിനെ അറിയുള്ളൂ. എങ്കിലും അപ്പൊ അതൊക്കെ എല്ലാം കണക്കായിട്ട് വേണമല്ലോ. അങ്ങനെ ഇയാള് വിഭീഷണൻ വന്ന് പറഞ്ഞു, ഇങ്ങനെ എനിക്ക് ആഗ്രഹമുണ്ട് കുറച്ചുകൂടി നാൾ ഇവിടെയൊക്കെ താമസിച്ച് സീതാദേവിയുടെ കൂടെയൊക്കെ താമസിച്ച് കുറച്ചു നാളൊക്കെ ഇവിടെ താമസിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പൊ പറഞ്ഞു അതിലൊന്നും വിരോധമില്ല, പക്ഷെ ഇപ്പൊ ചെയ്യാൻ സാധിക്കില്ല, കാരണം 14 വർഷം തികയുന്ന ദിവസം അവിടെ എത്താന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്റെ ഭരതൻ അവിടെ ഇരിക്കുന്നുണ്ട്, അവന്റെ അടുത്ത് എനിക്ക് പോണ്ടേ. ഇനി ഭക്ഷണം കഴിക്കുന്നതും കുളിക്കുന്നതും എല്ലാ സംഗതികളും അവന്റെ അടുത്ത് പോയിട്ടേ ഉള്ളൂ, കാരണം ഇത്ര എത്തിയല്ലോ. അപ്പൊ അതുകൊണ്ട് നിന്റെ ആതിഥ്യം ഞാൻ പിന്നീട് സ്വീകരിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഒരു വ്രതം പോലെയാണല്ലോ ഈ 14 വർഷം എന്നുള്ളത്. അങ്ങനെയൊക്കെ പറഞ്ഞ് പിന്നീട് എല്ലാവരും വിമാനത്തിൽ കയറാൻ പോവാണ്. അപ്പോഴും വിഭീഷണന് ഒരു ആഗ്രഹം, അവിടെ ഒന്ന് കാണണം, അയോധ്യ രാജ്യം കാണണം, ഈ അഭിഷേകം കാണണം എന്നൊക്കെ ആഗ്രഹം. അപ്പൊ അതുകൊണ്ട് അവരോടൊക്കെ വന്നോളാൻ പറഞ്ഞു, എല്ലാവരോടും. അങ്ങനെ വിമാനത്തിൽ കയറി എല്ലാവരും. അപ്പൊ വിമാനം വന്ന് ഭഗവാനെ വന്ദിച്ചു എന്നാണ്. അപ്പൊ ആ വിമാനം എങ്ങനെയാന്ന് വെച്ചാൽ നമ്മള് ഓരോ സംഗതി ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. മനസ്സിൽ ആലോചിച്ചാൽ മതി, അപ്പൊ ഉയർന്നു പൊങ്ങിക്കോളും. താഴണം എന്ന് വിചാരിച്ചാൽ താഴും. അങ്ങനത്തെ വിമാനങ്ങളാണല്ലോ അന്നൊക്കെ ഉണ്ടായിരുന്നത്. നമ്മളെ കപില ആ ഭാഗത്തിലൊക്കെ ഇങ്ങനത്തെ വിമാനത്തിന്, കാമത എന്ന് പറഞ്ഞൊരു വിമാനത്തിനെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതായാലും ജാനകിയോടും അനുജനോടും മാനവവീരൻ വിമാനമേറിന്. പിന്നെ അപ്പൊ ഇവരോട് എന്താ പറയാ, മർക്കടന്മാരോട് പറഞ്ഞു, നിങ്ങള് കിഷ്കിന്ധയിൽ പോയിക്കോളൂ എന്ന് പറഞ്ഞു. ഇനി അവിടെ ചെന്ന് സുഖമായിട്ട്. അപ്പൊ വിഭീഷണനോടും അങ്ങനെയാ പറഞ്ഞത്. അപ്പോഴാണ് ഇവര് പറയുന്നത്, ഞങ്ങളും വരാൻ ആഗ്രഹിക്കുന്നു. അപ്പോഴാണ് പറയുന്നത്. അങ്ങനെ എല്ലാവരും കൂടി കുബേരന്റെ വാഹനമായി, മറ്റേ ധനദാസനം എന്ന് പറഞ്ഞു വിമാനം, അതായത് കുബേരന്റെ വാഹനമാണിത് വിമാനം, പുഷ്പക വിമാനം. അതിൽ കയറി കഴിഞ്ഞിട്ട് സീതയ്ക്ക് എല്ലാം കാണിച്ചു കൊടുക്കണം. സീത ഇപ്പോഴാണ് ശരിക്കും ലങ്ക കാണുന്നത്. ഇതുവരെ ലങ്കയിലെ ആ ശിംശപാവൃക്ഷത്തിന്റെ ചുവടിലിരിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പൊ ലങ്കയുടെ ഭംഗി ഇപ്പോഴാ കാണുന്നത് വിമാനത്തിലിരുന്നിട്ട്. അപ്പൊ അങ്ങനെ പിന്നെ ആ യുദ്ധഭൂമി ഒക്കെ കാണിച്ചു കൊടുക്കണം. സീത എവിടെയാണ് രാവണനെ വധിച്ചത്, നീയാണ് ഇതിനൊക്കെ കാരണം, നിന്റെ കാരണമാണ് ഇതൊക്കെ നടന്നത് എന്നൊക്കെ പറഞ്ഞ് എല്ലാവരെയും വധിച്ച കാര്യങ്ങളും എങ്ങനെയാണ് ഉണ്ടായത് മുഴുവൻ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ ആ സേതുബന്ധനം, അപ്പൊ അവിടെ മഹേശ്വരനെ പ്രതിഷ്ഠിച്ചത്, അവിടെ ആ മഹേശ്വരനെ പ്രാർത്ഥിച്ചാൽ അല്ലെങ്കിൽ അവിടെ ചെന്നു കഴിഞ്ഞാൽ ആ ബ്രഹ്മഹത്യാപാപങ്ങൾ തീരും എന്നൊക്കെ പറഞ്ഞ് എല്ലാം വിശദമായിട്ട് സീതയ്ക്ക് പറഞ്ഞു കൊടുക്കണം. അപ്പോ കുറച്ചു കഴിഞ്ഞപ്പോ കിഷ്കിന്ധാപുരം കാണിച്ചു കൊടുക്കാണ്. ഇതാണ് കിഷ്കിന്ധ, ഇവിടുന്നാണ് നമ്മളൊക്കെ പുറപ്പെട്ടത് എന്നൊക്കെ പറയാണ്. അപ്പൊ സീതാദേവി പറയാണ്, നമുക്കൊരു കാര്യം ചെയ്യാം, ഇവര് വാനരന്മാര് അവരുടെ ഭാര്യമാരൊന്നും വന്നിട്ടില്ലല്ലോ, അപ്പൊ അവരെയും കൂട്ടാം. കാരണം എന്താണ്, വാനരവീരരും ഒട്ടുനാളുണ്ടല്ലോ മാനിനിമാരെ പിരിഞ്ഞിരുന്നിടുന്നു. ഭർതൃവിയോഗജ ദുഃഖം എന്നെ പോലെ ആർക്കാ അറിയാം? ഭർത്താവിനെ പിരിഞ്ഞിരുന്ന വിഷമം ഏറ്റവും കൂടുതൽ അറിയുന്ന ആളാണ് ഞാൻ. അപ്പൊ അവരും ഭർത്താവിനെ പിരിഞ്ഞിരിക്കുന്നതല്ലേ, അപ്പൊ അവരെയും നമുക്ക് ചെന്ന് കണ്ട് അവരെയും കൂട്ടാം എന്നാണ്. അപ്പൊ മനസ്സിൽ സങ്കല്പിച്ചാൽ അതുപോലെ ചെയ്യുന്നതാണല്ലോ വിമാനം. അപ്പൊ അവിടെ ഇറങ്ങി അവര് എല്ലാവരെയും വിളിച്ചു. അപ്പൊ അവിടെ താര എന്ന് പറഞ്ഞ ബാലിയുടെ ഭാര്യ, രുമ സുഗ്രീവന്റെ ഭാര്യ. അപ്പൊ അവരൊക്കെ വന്നു, എല്ലാവരും വന്നു വിമാനത്തിലേറി. പിന്നെ ഒരു എന്താ പറയാ, വലിയ ആഘോഷമായിട്ടുള്ള ഒരു യാത്രയാണ്. അപ്പോഴാണ് ഓരോ ആശ്രമങ്ങള്, സുധീഷ്ണാശ്രമം, സീതയെ നമ്മൾ ഇവിടെ പോയതല്ലേ, നമ്മൾ ഇവിടെ ഇരുന്നതല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിമാനത്തിൽ നിന്ന് കാണിച്ചു കൊടുക്കാണ്. അങ്ങനെ ഗുഹൻ വാഴുന്ന സ്ഥലം, എല്ലാ സ്ഥലങ്ങളും കാണിച്ചു കൊടുത്തു. അപ്പോ ഒരു സമയത്ത് വന്നപ്പോ രാഘവന്റെ മനസ്സ് അറിഞ്ഞ് വീണ്ടും വിമാനം ഒന്ന് താഴ്ന്നു. അപ്പൊ ഭരദ്വാജ മുനീന്ദ്രനെ കാണണം എന്ന് സീത അത് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഭരദ്വാജ മുനീന്ദ്രന്റെ അടുത്ത് ചെന്ന് അവിടെ ചോദിക്കുകയാണ്. ഭരദ്വാജ മഹർഷിയുടെ ആശ്രമം അയോധ്യയുടെ കുറച്ച് അടുത്താണ്. അപ്പൊ അദ്ദേഹത്തിന് അയോധ്യയിലെ കാര്യങ്ങളൊക്കെ അറിയാം. അപ്പൊ ചോദിക്കുകയാണ്, അവിടെ എല്ലാം സുഖല്ലേ മഹർഷി?
പിന്നെ അവിടെ കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അവിടുന്നാണ് പിന്നെ വീണ്ടും യാത്ര പുറപ്പെടുന്നത്. അപ്പൊ അവിടെയും ഒരു സ്തുതിയൊക്കെ ഉണ്ട്. മോക്ഷപ്രദൻ ലക്ഷ്മി ഭഗവതി സീതയാണ്, ലക്ഷ്മണൻ അനന്തന്റെ ജന്മമാണ്. അപ്പൊ നീ വന്നതുകൊണ്ട് എന്റെ ആശ്രമം ശുദ്ധമായി എന്നാണ് അദ്ദേഹം പറയുന്നത്, മഹർഷി. അങ്ങനെ അടുത്ത ദിവസം തന്നെ അയോധ്യയിൽ എത്തുകയാണ്. അപ്പോ അവിടെ ഹനുമാൻ ആദ്യം തന്നെ പോകുന്നുണ്ട്. എപ്പോഴും അങ്ങനെയാണല്ലോ. അപ്പൊ ഒരു പ്രധാനമന്ത്രിയൊക്കെ വരികയാണെങ്കിൽ ആദ്യം അദ്ദേഹത്തിന്റെ കുറച്ച് ആൾക്കാർ വന്നിട്ട് ഒരു കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനായിട്ട് വരും. അതുപോലെ ഹനുമാൻ അവിടേക്ക് ആദ്യം ചെല്ലുകയാണ് ഭരതന്റെ അടുത്തേക്ക്, ഭരതന്റെ അവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഭരതന്റെ അടുത്ത് ചെന്നപ്പോ ഭരതന് വളരെ സന്തോഷായി. അങ്ങനെ ഭരതൻ മോഹാലസ്യപ്പെട്ടു എന്നാ പറയണത് ഇതൊക്കെ കേട്ടപ്പോ. കാരണം ഇത്ര കാലം സ്വന്തം സഹോദരന്റെ കൂടെ കഴിഞ്ഞ ആളല്ലേ, ആ ആളെ കണ്ടപ്പോ സന്തോഷം കൊണ്ട്. അപ്പൊ ഇവിടെ പറയുന്നുണ്ട്, നിനക്ക് ഞാൻ എന്താ തരാൻ പറ്റുക? ദേവോത്തമനാണോ നരോത്തമനാണോ, നിനക്ക് നീ ആരാണെന്ന് എനിക്ക് ഇത്ര കൃപയാണ് നിനക്ക്. പിന്നെ അതുമാത്രല്ല, നിനക്ക് എന്ത് തന്നാലാണ്. അപ്പൊ ശ്രീരാമസ്വാമി സീതയെ കണ്ടിട്ട് ഹനുമാൻ വന്നപ്പോ പറഞ്ഞത് സർവസ്വവും മമ തന്നേൻ നിനക്കു ഞാൻ എന്നാണ്. ഇവിടെ പറയാ നിനക്ക് എന്താണ് എനിക്ക് തരാൻ സാധിക്കുക? മഹാമേരു സാഗം, ലോകം മഹാമേരു സാഗം, എല്ലാ മഹാമേരുവിനോട് ചേർന്ന എല്ലാ ലോകങ്ങളും തന്നാലും മതിയാവില്ല നിനക്ക് എന്ന് പറഞ്ഞ് വളരെ സന്തോഷത്തോടു കൂടി. അങ്ങനെ അപ്പൊ പറഞ്ഞു, അന്ന് നിങ്ങൾ എങ്ങനെയാണ് രാമനായിട്ട് പരിചയപ്പെട്ടത് എന്നൊക്കെ ചോദിക്കുകയാണ് ഹനുമാൻ സ്വാമിയോട്. അറിയില്ലല്ലോ എങ്ങനെയാണെന്നുള്ളത്, എങ്ങനെയാണ് ഈ വാനരന്മാരായിട്ട് കൂട്ടുകൂടിയത്. അപ്പൊ പറഞ്ഞു, താങ്കൾ വന്നില്ലേ അവിടെ ചിത്രകൂടാചലത്തില്, എന്നിട്ട് അവിടുന്ന് അന്ന് നിങ്ങൾ പോന്നതിന് ശേഷം പിന്നെ ഞങ്ങളൊക്കെ കൂടെ ഉണ്ട് അദ്ദേഹത്തിന്റെ കൂടെ. അങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ശത്രുഘ്നനോടും അതുപോലെ അവിടെയുള്ള മന്ത്രിമാരോടും എല്ലാവരോടും പറഞ്ഞ് വളരെ സന്തോഷപൂർവം. ഇപ്പൊ ഹനുമാനും അവിടെ കാത്തു നിൽക്കായിരിക്കും ഇവരെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട്, ശ്രീരാമചന്ദ്രസ്വാമിയെയും സീതാദേവിയെയൊക്കെ സ്വീകരിക്കാൻ വേണ്ടി. അങ്ങനെ ആ ഒരു സന്ദർഭമാണ്. ഇനിയിപ്പോ നാളെ നമുക്ക് കാണേണ്ടത് അവിടെ അയോധ്യ പ്രവേശമാണ്. അയോധ്യ പ്രവേശം, അത് കഴിഞ്ഞ് പിന്നെ അഭിഷേകം, അതൊക്കെയാണ് നാളെ നമുക്ക് കാണേണ്ടത്. ഇത്ര മനോഹരമായിട്ടുള്ള ഒരു സന്ദർഭം നമുക്ക് കാണാനും അനുഭവിക്കാനും ഒക്കെ എഴുത്തച്ഛൻ ഇത്ര ഭംഗിയായിട്ട് നമുക്ക് എഴുതി തന്നു. നാരായണീയം വായിക്കുന്ന അതേപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പല പദങ്ങളും നാരായണീയത്തിലും അതുപോലെ ഒരേ പദത്തിന് രണ്ടർത്ഥമായിട്ടൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇന്നാള് സാറ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഭൂതി പരിപൂർണമായുള്ള ലങ്കയും ഭൂതി പരിപൂർണമായി വന്നു എന്ന്. അപ്പൊ ഭൂതി എന്നുള്ളതിന് രണ്ടർത്ഥം. അതുപോലെ പലതും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപ്പൊ നമ്മള് കുറച്ചുകൂടിയും എന്താ പറയാ, ഒരു നിത്യപാരായണം നടത്തുകയാണെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും കുറെ കൂടി ഈ രാമായണത്തെ നമുക്ക് കുറെ കൂടി സംശീകരിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ അതിനെ കുറെ കൂടി നമുക്ക് എന്താ പറയാ, മനസ്സിലാക്കാനും അത് ആനന്ദിക്കാനും സാധിക്കും എന്നാണ് തോന്നുന്നത്. അതിനുള്ള അനുഗ്രഹം ശ്രീരാമചന്ദ്രസ്വാമി തന്നെ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഇന്നത്തെ സുദിനത്തില് നമുക്ക് എല്ലാവർക്കും 79ാമത്തെ ആണ് അത് ഇൻഡിപെൻഡൻസ് ഡേ. ഇനി 100 കൊല്ലം തികയുമ്പോ ഇന്ത്യ വികസിത രാഷ്ട്രങ്ങളിൽ ഒന്നാവണം എന്നാണ് ഇന്നത്തെ ഭരണാധികാരിയായിട്ട് നമ്മുടെ പ്രധാനമന്ത്രി ആലോചിക്കുന്നത്. 2047 അന്ന് നമ്മളിൽ ആരൊക്കെ ഉണ്ടാവുന്നൊന്നും അറിയില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ആ മനസ്സിൽ വിചാരിച്ച ആ സങ്കല്പം എന്താണ്, സത്യമാവട്ടെ എന്നും കൂടി നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പൊ നമ്മൾ ഓരോരുത്തരും നമ്മുടെയൊക്കെ രാജ്യഭക്തിയും ഒക്കെ വേണമല്ലോ നമുക്ക്. രാമനോട് മാത്രമല്ല, രാമരാജ്യത്തിനോട് നമുക്ക് ഭക്തി വേണം. അപ്പോ അങ്ങനെ എല്ലാവിധത്തിലും രാജ്യസ്നേഹികളും എല്ലാവരോടും സ്നേഹത്തോടുകൂടിയ ആൾക്കാരായിട്ട് വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് ഇവിടെ സമർപ്പിക്കാം. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേർ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേത് തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമാം. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാത് കാരുണ്യഭാവേന
രക്ഷ രക്ഷ മഹാപ്രഭോ. ഹരി ഓം.